കോതമംഗലത്ത് 23-കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ റിമാൻഡിലായ പ്രതി റമീസിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ആത്മഹത്യാ പ്രേരണാകുറ്റവും ശാരീരിക ഉപദ്രവവും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് റമീസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘം ഉടൻ ശേഖരിക്കും. ബിനിൽ ചേർന്നു വിശദവിവരങ്ങളുമായി. ബിനിൽ, വളരെ ദാരുണമായ ഒരു സംഭവം കൂടി നമ്മൾ കാണുകയാണ്. അങ്ങനെ പീഡനമാണ് നടന്നിട്ടുള്ളത് എന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ നിർബന്ധിത മതപരിവർത്തനം എന്നൊരു കാര്യം കൂടി അത് ഈ രേഖകളിലൊക്കെ പറയുന്നതുമാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുണ്ടോ? തുടർ നടപടികൾ എന്താണ്? വിശദവിവരങ്ങൾ എന്താണ്? പിന്നെ മോത്തി, പ്രധാനമായും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് റമീസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലം സ്വദേശിനിയായി 23-കാരി ആത്മഹത്യ ചെയ്യുന്നത്. അവരുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തേക്ക് വന്നപ്പോഴാണ് നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്നത്. പ്രണയത്തിലായിരുന്നു. തന്റെ കാമുകൻ തന്നെ എങ്ങനെയാണ് വഞ്ചിച്ചത് എന്നതാണ് അവർ ആ ആത്മഹത്യാക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഞെട്ടലുണ്ടാകുന്നത്. കാരണം ഇത്രയും കാലം അവരുമായി പ്രണയത്തിലായ ശേഷം വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് അവരോട് എന്നാണ് ആ പെൺകുട്ടി ആ ആത്മഹത്യാക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് എന്ത് തരം പ്രണയമായിരുന്നു എന്നതാണ് പൊതുസമൂഹം ഉന്നയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ആത്മഹത്യാക്കുറിപ്പ് പുറത്തേക്ക് വന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് കോതമംഗലം പോലീസിന് ഈ പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന ബോധ്യത്തിലേക്ക് അവർ വരികയും ആലുവ പാനായിക്കുളം സ്വദേശിയായ റമീസിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനി റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. റമീസും ഈ പെൺകുട്ടിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ അത് പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഈ പെൺകുട്ടി പറയുമ്പോൾ നീ പോയി ആത്മഹത്യ ചെയ്തോളൂ എന്ന് റമീസ് തിരിച്ച് മെസ്സേജ് അയച്ചു എന്നതാണ് പോലീസ് പറയുന്നത്. അതിലൂടെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്ന് പറയുന്നു. ഈ കുട്ടി മരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ആ കുട്ടിയെ റമീസ് പാനായിക്കുളത്തെ വീട്ടിലേക്ക് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തുന്നത്. രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം മതം മാറിയാലേ വിവാഹം നടത്തൂ എന്ന് പറയുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളാണ് ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. അത് പ്രാഥമികമായും ആ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരെല്ലാം തന്നെ ഈ നടന്ന സംഭവങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ തെളിവുകളെല്ലാം പോലീസ് ശേഖരിക്കുകയാണ്. ഈ റമീസിനെതിരെ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ അടക്കം മൊഴി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോകുന്നത്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ശാരീരികമായ പീഡനം നേരിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരും. അതനുസരിച്ച് കൂടുതൽ തെളിവെടുപ്പും അന്വേഷണവും കൂടുതൽ കുറ്റങ്ങൾ ആവശ്യമെങ്കിൽ ചുമത്തിയുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് എറണാകുളം റൂറൽ പോലീസ് വ്യക്തമാക്കുന്നത്.